Hello my dear students, welcome to Akash YouTube channel. എൻ്റെ പേര് മുഹമ്മദ് അനസ്, ഫിസിക്സ് ടീച്ചറാണ്. സോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ക്ലാസ് 11ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സർക്കുലർ മോഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ക്ലാസ് 11ൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പ്രൊജക്ടൈൽ മോഷനൊക്കെ പഠിച്ച് വെക്ടേഴ്സിനെ അനലൈസ് ചെയ്യാനൊക്കെ പഠിച്ച ശേഷമാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന രീതിയിൽ ആസ് പെർ നമ്മുടെ NCERT സിലബസ് നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സർക്കുലർ മോഷൻ ഡിസ്കസ് ചെയ്താലും ക്ലാസ് 11ൽ തന്നെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതിൻ്റെ ഡൈനാമിക്സ്, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവിടെ നമ്മൾ വെർട്ടിക്കൽ സർക്കുലർ മോഷനും അതുപോലെ സർക്കുലർ മോഷൻ്റെ പല എഫക്റ്റുകളും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവിടെ കഴിഞ്ഞോ? ഇല്ല. വീണ്ടും നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലും സോളിഡ്സിലും ഒക്കെ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സർക്കുലർ മോഷൻ്റെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് വളരെ കണക്ഷൻസ് ഇതിലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ സർക്കുലർ മോഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സർക്കുലർ മോഷൻ്റെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാഗ്നറ്റിസത്തിൽ സർക്കുലർ മോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ല, ഈവൻ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻ റിയാലിറ്റി ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ടോപ്പിക്ക് ത്രൂ ഔട്ട് ഫിസിക്സിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് സർക്കുലർ മോഷനും അതിൻ്റെ ബേസിക്സും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ എന്താണ് സർക്കുലർ മോഷൻ എന്ന് കവർ ചെയ്യുന്നുണ്ട്, സർക്കുലർ മോഷൻ്റെ ടൈപ്സ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ സർക്കുലർ മോഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൈനമാറ്റിക്സ് എങ്ങനെയാണ്, അതായത് അവിടെ എങ്ങനെയാണ് ആംഗുലർ വെലോസിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സർക്കുലർ മോഷൻ. നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ 2 ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാക്കുക അല്ലേ. സർക്കുലർ മോഷനുമായിട്ട് ഒരു സർക്കിളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ യു ക്യാൻ സീ ദർ ഇസ് എ കർവ്, ഒരു കർവ് തന്നിട്ടുണ്ട്. സർക്കുലർ മോഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മോഷനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. നോക്കിയേ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടല്ലോ. ഈ പാർട്ടിക്കിൾ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളിന് ഇനേർഷ്യ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേറെ ആരും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനില്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ ഫോർ എവർ ഇതേ പാത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ പാത്തിൽ പോകുന്ന പാർട്ടിക്കിളിന് ഞാൻ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇതാണ് പാർട്ടിക്കിൾ പോകുന്ന ഡയറക്ഷൻ എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ നമുക്കറിയാം ഈ ഫോഴ്സ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിന് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റൂടാ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോകേണ്ട പാർട്ടിക്കിൾ ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിച്ച് ഈ പാത്തിലോട്ട് മാറുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ആ പാത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വീണ്ടും പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ ഫോഴ്സ് കൊടുത്താൽ വീണ്ടും പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ദിസ് സെൻറ്റർ, ഈ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഫോഴ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഇയാൾ പോകുന്നത് ഒരു സർക്കുലർ പാത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെയുള്ള ഒബ്ജക്റ്റുകളുടെ മോഷനെയാണ് നമ്മൾ ബേസിക്കലി സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സർക്കുലർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റിൽ ഇതിനെ ഒബ്സർവ് ചെയ്താൽ ഈ പോയിന്റിന്, ലെറ്റ് us assume ഇതൊരു ക്ലോക്ക് വൈസ് പാത്തിലാണ് പോകുന്നതെങ്കിൽ ഈ പോയിന്റിന് ടാൻജൻ്റ് ആയിക്കൊണ്ട് ഞാനൊരു വെക്ടർ വരച്ചാൽ ഓഫ് കോഴ്സ് അത് വെലോസിറ്റി വെക്ടറാണ്. ആ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്. ഈ ഫോഴ്സിന് നമ്മൾ എന്താ വിളിക്കുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. പാർട്ടിക്കിളുടെ പാത്ത് മാറി, പാർട്ടിക്കിൾ ഇവിടെ എത്തി, വീണ്ടും ഞാൻ ടാൻജൻറ്റ് വരച്ചു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വീണ്ടും എനിക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റി. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ
ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എത്ര സമയം അവിടെ അവൈലബിൾ ആണോ അത്രയും സമയം നമ്മുടെ പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ വരാവുന്നൊരു കൺഫ്യൂഷനാണ്, സർക്കുലാർ മോഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നു ഈ പാർട്ടിക്കിൾ എപ്പോഴും സർക്കുലാർ പാത്തിൽ തന്നെ പോകേണ്ടതുണ്ടോ? ഇല്ല. മറിച്ച് ഈ പാർട്ടിക്കിൾ ഒരു കേർവ്ഡ് പാത്തിലൂടെ പോയാലും അതെന്താണ്, ഒരു സർക്കുലാർ മോഷനോ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നോക്കൂ, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു സർക്കിൾ വരച്ചാൽ എനിക്ക് പറയാൻ പറ്റും ഈ പാർട്ടിക്കിൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടാൻജൻറ്റ് ഇതാ ഈ ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ആ പാർട്ടിക്കിൾ കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയാലോ വീണ്ടും എനിക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം. മറ്റൊരു റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെയുണ്ട്. ഇവിടെ എത്തുമ്പോഴോ വീണ്ടും എനിക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം. മറ്റൊരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അതായത് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ പോകുന്ന സമയത്ത് ഞാൻ ആ പാത്തിനെ വളരെ ചെറിയ പാർട്ടുകളാക്കി മാറ്റുവാണ്. അപ്പോൾ നോക്കൂ, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഐ എം ജസ്റ്റ് മേക്കിംഗ് ദിസ് ഇൻ ടു സ്മോൾ സെഗ്മെൻറ്റ്സ്, ചെറിയ സെഗ്മെൻറ്റുകളാക്കി മാറ്റി, അല്ലേ, വളരെ ചെറിയ സെഗ്മെൻറ്റുകളാക്കി മാറ്റി. ചെറിയ കർവുകളാണ്. ഈ കർവുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, നമ്മുടെ ഈ സർക്കിൾ ഉണ്ടാവുന്നതെന്ന് വെക്കാം. ഇതുപോലെ എനിക്ക് ഈ ഒരു ഭാഗത്തെയും ചെറിയ സെഗ്മെൻറ്റുകളാക്കി മാറ്റാം. ഇങ്ങനെ ചെറിയ സെഗ്മെൻറ്റുകളാക്കി മാറ്റാം. എന്താ വ്യത്യാസം? ഇവിടെ ഈ കാണുന്ന ഓരോ സെഗ്മെൻറ്റിൻ്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ്, അവരുടെ കർവിനെസ് സെയിം ആണ്, സെയിം കർവേച്ചറാണ് എല്ലാവർക്കും ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു പാത്താണെങ്കിലും ഈ ഒരു ഭാഗമാണെങ്കിലും എല്ലാം സെയിം കർവിനെസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ കണ്ടോ, ഓരോ സെഗ്മെൻറ്റിൻ്റെയും കർവിനെസ്സും ഡയറക്ഷൻ ഓഫ് കർവേച്ചറും ഒക്കെ മാറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ എന്താണ്, ഇവർ സർക്കുലാർ പാത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് ദ സർക്കുലർ ട്രാക്ക് എന്ന് പറയാം. സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ സർക്കുലാർ പാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്ത് അതിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ നമ്മൾ പറയുന്നു അത് സർക്കുലാർ മോഷൻ്റെ ഭാഗമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കുലാർ മോഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, നമുക്കതിലേക്ക് വരാം. ജനറലി ഞാൻ ഈ സർക്കുലാർ മോഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്, അല്ലേ. അതിലൊന്ന് നമ്മൾ പറയുന്നു യൂണിഫോം സർക്കുലാർ മോഷൻ. അതുപോലെ മറ്റൊന്നുണ്ട്, ഒന്ന് യൂണിഫോം ആണെങ്കിൽ ഒബ്വിയസ്ലി ദി അതർ വൺ ഇസ് നോൺ യൂണിഫോം, അല്ലേ. നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ. ഞാൻ അതിനെ നോൺ UCM എന്ന് എഴുതി, ഇതിനെ നമുക്ക് UCM എന്ന് എഴുതാം. എന്താ പ്രത്യേകത? ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലാർ മോഷനിലാണെങ്കിൽ അതിൽ ഒരു ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേത് ഫോഴ്സാ? സർക്കുലാർ പാത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സായ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പാർട്ടിക്കിൾ, അല്ലേ, സർക്കുലാർ മോഷൻ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, CM സർക്കുലാർ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയാം. വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല, അല്ലേ. കാരണം എന്താണ്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓരോ ഇൻസ്റ്റൻറ്റിലും മാറുന്നുണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് വൈസ് അവർ സെയിം ആണ്, അല്ലേ. അപ്പോൾ സർക്കുലാർ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. എന്നാൽ ഇവിടേക്ക് വന്നാലോ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും സർക്കുലാർ മോഷൻ വിത്ത് വേരിയിങ് സ്പീഡ് എന്ന് പറയാം, അല്ലേ. വേരിയിങ് സ്പീഡാണ്, സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഒന്നെങ്കിൽ സ്പീഡ് കൂടാം അല്ലെങ്കിൽ കുറയാം, അല്ലേ. സ്പീഡിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്? നിങ്ങൾ തിരിച്ചറിയുക, ഇത് നമ്മുടെ സർക്കുലാർ പാത്ത്. ഈ സർക്കുലാർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിളുടെ മുകളിൽ ആകെ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതാരാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമാണ് അത് മാറ്റുക, അല്ല. ഇത് വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ദർ ഇസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുക ഇവിടെ സ്പീഡിൽ മാറ്റമില്ല. FC cannot do any work. റീസൺ അറിയാലോ, പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ്. ദെർഫോർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്നെങ്കിൽ സ്പീഡ് കൂടാം അല്ലെങ്കിൽ സ്പീഡ് കുറയാം. ഇപ്പം ഇതിൽ നോക്കുക,
ലെറ്റ്സ് സേ ദർ ഇസ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ ഞാൻ അതിൻ്റെ വെലോസിറ്റി വെക്ടർ വരച്ചു. ഇതാണ് വെലോസിറ്റി വെക്ടർ. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടാതെ ഞാൻ പറഞ്ഞു സെൻട്രിപിറ്റൽ ഫോഴ്സിന് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ? പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ മാറ്റാൻ പറ്റൂ. എന്നാൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ അതേ ഇൻസ്റ്റൻറ്റിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ ഞാനൊരു ഫോഴ്സ് കൂടി കൊടുത്താലോ, ആ ഫോഴ്സിന് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് വിളിക്കാം ടാൻജൻഷ്യൽ ഫോഴ്സ്, അല്ലേ? ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെങ്കിൽ മറ്റേത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എടുത്താൽ ഈ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ നെറ്റ് ഫോഴ്സ് ഉണ്ടാവുക. ഈ നെറ്റ് ഫോഴ്സ് ആകട്ടെ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി വെക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിയേ. ഞാനിതിനെ ഫൈ എന്ന് മാർക്ക് ചെയ്താൽ അതൊരു ഒബ്റ്റ്യൂസ് ആംഗിളാണ്, ഒരു അക്യൂട്ട് ആംഗിളാണ്, അല്ലേ? 90 ഡിഗ്രിയുടെ താഴെയാണ്. അതുകൊണ്ട് ഈ നെറ്റ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് വർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ എഫ് നെറ്റ് is doing പോസിറ്റീവ് വർക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. കൈനറ്റിക് എനർജി കൂടുന്ന അവസ്ഥയാണല്ലോ. തിരിച്ചാലോചിച്ചേ, എഗെയിൻ നമ്മളൊരു പാർട്ടിക്കിളിനെ എടുത്തു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ, വെലോസിറ്റി ഡയറക്ഷനിൽ, ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ. ഇത് ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. ഇത് കൂടാതെ വെലോസിറ്റി ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ഫോഴ്സ് വന്നാലോ? നിങ്ങൾ ആലോചിക്കുക, ഒരു ഫാൻ കറങ്ങുന്ന സമയത്ത് ഈ ഫാൻ നമ്മൾ ഓഫ് ചെയ്താൽ ഈ ഫാൻ എന്തുകൊണ്ടാണ് നിന്ന് പോണേ? ബിക്കോസ് എയർ റെസിസ്റ്റൻസ് ആണല്ലേ. ഫാനിൻ്റെ ഓരോ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ അതിന് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ എയർ കൊടുക്കുന്നുണ്ട്. ദ സെയിം തിങ് ഇസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടി ചേർന്നിട്ട് നൗ യു ക്യാൻ സീ ദർ ഇസ് എ നെറ്റ് ഫോഴ്സ്, അല്ലേ മക്കളെ? ഈ നെറ്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഇസ് മേക്കിംഗ് an angle which is more than 90 degree. അതായത് നമുക്ക് പറയാൻ പറ്റും നെറ്റ് ഫോഴ്സ് ഇസ് ഡൂയിങ് എ നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്കാണ്. ഒബിയസ്ലി വി ക്യാൻ സേ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണല്ലോ. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ? ഓർക്കുന്നുണ്ടാവും, mv² സ്മോൾ ആർ എന്ന് കൊടുത്തു. ഞാനിവിടെ സ്മോൾ ആർ ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ സർക്കുലർ പാത്ത് ആണ്. ആൻഡ് ഇഫ് യു റൈറ്റ് ദിസ് ഇൻ വെക്ടർ ഫോം, ഇതിനെ നിങ്ങൾ വെക്ടർ ഫോമിൽ എഴുതുവാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് mv² ഇൻറ്റു ആർ ക്യാപ്പ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ റേഡിയസ് വെക്ടർ ഇതാ ഈ ഡയറക്ഷനിലാണ് റേഡിയസ് വെക്ടർ. ഈ റേഡിയസ് വെക്ടറിൻ്റെ ഓപ്പോസിറ്റാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവുക. സോ ഈ സിസ്റ്റത്തിലെ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇനി ആലോചിച്ചേ, ഇവിടെ ആക്സലറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ഫോഴ്സ് ബൈ മാസ് ആണല്ലോ. ഞാൻ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് ആക്സലറേഷൻ ആസ് v²/r. ഓർക്കുക, ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ ഇതാണ് അതിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയാണ്? ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ പാത്ത്. ഈ പാർട്ടിക്കിൾ പോകുന്നത് നോക്കി, ഈ കാണുന്ന സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എ സി എന്ന് പറയുന്ന വെക്ടറും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു? എ സി എന്ന് പറയുന്ന വെക്ടർ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി വെക്ടർ ആൻഡ് ആൻറ്റി പാരലൽ ടു ദ റേഡിയസ് വെക്ടർ. റേഡിയസ് വെക്ടറിന് ആൻറ്റി പാരലൽ ആണ്, എന്നാൽ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചിന്തിക്കുക, വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? ഈ രണ്ട് കേസുകൾ നമുക്ക് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഫോഴ്സ് ഉണ്ട്, അല്ലേ? ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് ആൻഡ് ഹിയർ ഇസ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് ഹിയർ ഇസ് ദവർ പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഫീൽ ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, ദിസ് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് ദിസ് നെറ്റ് ഫോഴ്സ് ഇസ് മേക്കിംഗ് an angle phi വിത്ത് റെസ്പെക്ട് ടു ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. അങ്ങനെയാകുമ്പോൾ ഈ എഫ് ടി എന്ന് പറയുന്ന ഫോഴ്സ് വെക്ടർ ഇറ്റ് മസ്റ്റ് ബി ദ സം ഓഫ് ആരാണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്, എഫ് നെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഫോഴ്സ്. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്ലസ് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് എഴുതാം, അല്ലേ? വെക്ടോറിയലി എഴുതാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു റൈറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് fc² പ്ലസ് ft² എന്ന് എഴുതാം. ആൻഡ് ഓഫ് കോഴ്സ് ഞാനിതിനെ ഡിവൈഡ് ചെയ്യുകയാണ് വിത്ത് മാസ് ഡിവൈഡ് ചെയ്താൽ ഐ എം ഗെറ്റിംഗ് ദി
net acceleration. എന്താ കിട്ടുക നോക്കിയേ. ഇഫ് ഐ ഡിവൈഡ് ദിസ് വിത്ത് മാസ് ഐ ഹാവ് ദിസ് AC സ്ക്വയർ പ്ലസ് AT സ്ക്വയർ. ഇത് നമ്മൾ ഓർക്കുക. വൺ മോർ തിങ് ഐ ഹാവ് ടു ആഡ് ഹിയർ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഫൈ എന്ന് പറയുന്ന ആംഗിൾ. നമുക്ക് അതിന് റിലേഷൻ ഉണ്ടാക്കി എടുത്തൂടെ. ടാൻ ഫൈ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും ടാൻ ഫൈ സോൾവ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് ദിസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് divided by magnitude of centripetal force by tangential force എന്ന് പറയുന്ന ratio, and that will be also equal to centripetal acceleration by tangential acceleration. ഇത്രയും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പ്രോബ്ലംസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കുലർ മോഷൻ്റെ കൈനമാറ്റിക്സ് ആണ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ ഓക്കെ വിത്ത് ദിസ് കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് സർക്കുലർ മോഷൻ എന്ന് ഡിസ്കസ് ചെയ്തു. ദെറാഫ്റ്റർ നമ്മൾ എന്താ കവർ ചെയ്തേ, ടൈപ്സ് ഓഫ് സർക്കുലർ മോഷൻ എന്താണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് സർക്കുലർ മോഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷനും മറ്റേത് നോൺ യൂണിഫോം സർക്കുലർ മോഷനും. പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു അല്ലേ, എന്തുകൊണ്ടാണ് ഒന്ന് യൂണിഫോം ആയതെന്നും മറ്റേത് നോൺ യൂണിഫോം ആയതെന്നും പഠിച്ചു. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടല്ലേ നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ. ദർ ഇസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ്. എന്താണ് ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ചെയ്യുന്ന പരിപാടി? വെലോസിറ്റി എന്ന് പറയുന്ന വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റുക. അറ്റ് ദ സെയിം ടൈം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറ്റുക. ഇപ്പോൾ ഈ രണ്ട് ഇവൻ്റ് കൂടി ഒന്നിച്ച് നടക്കുമ്പോഴാണ് യൂണിഫോം സർക്കുലർ മോഷൻ ആവുക. അവിടെ സ്പീഡ് കൂടാം, സ്പീഡ് കുറയാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇനി ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്കിതിൻ്റെ കൈനമാറ്റിക്സിലേക്ക് വരാം. കൈനമാറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക കുറച്ച് വെക്ടേഴ്സിനെ പറ്റിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് നമ്മൾ പഠിച്ചതാണ്. സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഒരു റാൻഡം മോഷനിലാണെന്ന് വെച്ചോ. മേ ബി ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ കേർവ്ഡ് പാത്ത്. ഒരു കേർവ്ഡ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഐ എം ടേക്കിംഗ് എ റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിൾ ഈ കേർവിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ടെങ്കിൽ ഈ ഒബ്സർവറിന് ഇങ്ങോട്ടേക്കൊരു റേഡിയസ് വെക്ടർ ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കാൻ പറ്റും. ഞാനതിനെ R1 എന്ന് വിളിച്ചു. ഇനീഷ്യലി ലെറ്റ്സ് സേ ദ ടൈം ഇസ് ആക്ച്വലി t equal to 0. ടൈം 0 സെക്കൻഡ് ആയിരിക്കുമ്പോഴാണ് ഈ ഇവൻറ്റ് നടക്കുന്നത്. എന്നാൽ വെൻ ടൈം ബിക്കംസ് ലെറ്റ്സ് സേ ദ ടൈം ഇസ് t seconds, t equal to t seconds. അറ്റ് ദിസ് പെർട്ടിക്കുലർ ടൈം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടല്ലേ. ആൻഡ് യു ക്യാൻ സീ ദർ ഇസ് അനദർ വെക്ടർ R2. R2ലേക്ക് വന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ ഇസ് ചേഞ്ച്ഡ് ആസ് വെൽ ആസ് ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് ഓൾസോ ചേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനൊരു വെക്ടർ വരച്ചാലോ? ദിസ് വെക്ടർ വിൽ ബി അവർ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഐ ക്യാൻ കോൾ ഇറ്റ് ഈസ് ഡെൽറ്റ R. നൗ ഇവിടെ ഈ ഇനീഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെയും ഇടയിൽ എത്ര ആംഗിളാണ് നമ്മുടെ ഈ പൊസിഷൻ വെക്ടർ മേക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ദാറ്റ് ആംഗിൾ ഇസ് കോൾഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓഫ് കോഴ്സ് ദാറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതൊരു ആക്സിയൽ വെക്ടറാണ്. ആക്സിസിലൂടെ ആക്ട് ചെയ്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഇതൊരു സർക്കുലർ മോഷൻ ആണെങ്കിൽ R1ൻ്റെയും R2ൻ്റെയും എല്ലാം മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കും. ഇഫ് ഐ ടേക്ക് എ സർക്കുലർ പാത്ത്, ഇങ്ങനെ ഒരു സർക്കുലർ പാത്ത് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ വെനെവർ മേ ബി ഞാൻ ഈ പാർട്ടിക്കിളിനെ സർക്കുലർ പാത്തിൽ കൊണ്ടുപോകുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ 2-dimensional മോഷൻ. ഞാനിവിടെ ഒരു എക്സ് ആക്സിസ് എടുത്തു ആൻഡ് ഹിയർ ഈസ് മൈ വൈ ആക്സിസ്. ഒരു വൈ ആക്സിസ് നമ്മളെടുത്തു. വെനെവർ ഐ ഒബ്സർവ് ഐ ഫൗണ്ട് ദാറ്റ് ദ പാർട്ടിക്കിൾ വാസ് ഇനീഷ്യലി ലൊക്കേറ്റഡ് ഹിയർ. പാർട്ടിക്കിൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങോട്ടേക്കൊരു റേഡിയസ് വെക്ടർ വരച്ചു. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് റേഡിയസ് വെക്ടർ ഇസ് മേക്കിംഗ് an angle θ0. And that happens when the time equal to 0 second. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്താൽ now this particle is located here. Of course അതിലേക്ക് ഒരു t seconds എടുത്തു എന്ന് വെക്കുക. ഇവിടെ എന്താ മാറ്റം ഉണ്ടായത്? നമ്മുടെ റേഡിയസ് വെക്ടർ ഇറ്റ്സ് ഓൾസോ മൂവ്ഡ്. Now it makes another angle θ. So from 0 to t seconds it made an angle here അല്ലേ? ഈ ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഇതിനെ നമുക്ക് ഇവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആംഗിൾ കവേർഡ് ബൈ ദ റേഡിയസ് വെക്ടർ ബിറ്റ്വീൻ
ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. ഞാനിതാ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇങ്ങനെ എഴുതി, ഡെൽറ്റ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് തീറ്റ നോട്ട്. അല്ലേ, ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. സപ്പോസ് ദ പാർട്ടിക്കിൾ ഇസ് സ്റ്റാർട്ടഡ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പോയിന്റ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീറ്റ നോട്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം, വിച്ച് മീൻസ് ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. എന്താ ഇതിൻ്റെ SI യൂണിറ്റ് വരുന്നത്? പഠിക്കുന്നുണ്ടല്ലോ. SI യൂണിറ്റ് ഇസ് ആക്ച്വലി റേഡിയൻ ആണ്. നൗ യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കൺവേർഷൻ ആണ്. നമുക്കറിയാം 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π റേഡിയൻ ആണ്. So what is 1 degree there? It is pi by 180. And we can do the opposite also. 1 radian ആണ് ചോദിക്കുന്നതെങ്കിലോ ഒന്ന് റിവേഴ്സ് ചെയ്തേ, 180 by pi degree. Now let's suppose there is a particle which is making n number of revolutions. n number of revolutions ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ its angular displacement can be simply denoted as 2πn. അല്ലേ, ഇതിന് നമുക്ക് 2πn എന്ന് എഴുതാം. അല്ലേ, n എന്താണ്? n നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ്. എത്ര റെവല്യൂഷൻസ് അത് മേക്ക് ചെയ്തു എന്നുള്ളതാണ് n. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ലെറ്റ്സ് സേ ഇനീഷ്യലി ദർ ഇസ് എ പാർട്ടിക്കിൾ വിച്ച് മേക്സ് എ സർക്കുലർ മോഷൻ ഇൻ ദി ക്ലോക്ക് വൈസ് പാറ്റേൺ. അല്ലേ, ഒരു തവണ റിവോൾവ് ചെയ്തു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിവോൾവിങ് അഗെയിൻ. ഞാനിതാ ഈ സർക്കുലർ പാത്ത് ഇതിന് ക്ലോസ് ആയിട്ട് വരച്ചു. നൗ യു ക്യാൻ സീ ഇറ്റ് മേക്സ് 2 റെവല്യൂഷൻസ്. നൗ ഹൗ വിൽ യു റൈറ്റ് ദിസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഹിയർ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു, അല്ലേ, ആദ്യം ഒരു 2π റേഡിയൻ കവർ ചെയ്തു, വീണ്ടും ഒരു 2π റേഡിയൻ കവർ ചെയ്തു. സോ 2 റെവല്യൂഷൻസ് ആർ ദർ. എന്നിന് പകരം 2 കൊടുത്താൽ ദാറ്റ് വിൽ ബി 4π റേഡിയൻ. ബട്ട് ദ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0, അല്ലേ, ബിക്കോസ് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിലേക്ക് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ആലോചിച്ചേ, സപ്പോസ് ദ പാർട്ടിക്കിൾ മെയ്ഡ് 1 റെവല്യൂഷൻ ഇൻ ക്ലോക്ക് വൈസ്. സോ എവിടെയാണോ അത് സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തിരിച്ചെത്തി. നൗ ഇറ്റ് മേക്സ് റെവല്യൂഷൻ ഇൻ ദി ഓപ്പോസിറ്റ് സെൻസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയാണ്. നൗ യു ക്യാൻ സീ ദ പാത്ത് ഇറ്റ് കവേർഡ്. ഇങ്ങനെ വന്ന പാർട്ടിക്കിൾ നൗ ഇറ്റ് ഈസ് ഫോളോയിങ് ദിസ് കൈൻഡ് ഓഫ് പാത്ത്. എങ്ങനെ നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതും? യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഇത് ക്ലോക്ക് വൈസ് പോകുന്നു. സോ ഐ എം ടേക്കിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അത് റിവോൾവ് ചെയ്തപ്പോൾ ഐ എം ടേക്കിംഗ് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഡയറക്ഷൻ. ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ എൻ്റെ കയ്യിൽ, അല്ലേ, നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ പാമ്പ് കേർവ് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഈസ് ആൻ ആക്സിയൽ വെക്ടർ. അതിൻ്റെ ഡയറക്ഷൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ പാത്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ എം അസ്യൂമിങ് ദ ഇൻവേർഡ് ഡയറക്ഷൻ ഇസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ 2π റേഡിയൻ ആണ് ആദ്യത്തെ റെവല്യൂഷനിൽ കവർ ചെയ്തത്. രണ്ടാമത്തെ റെവല്യൂഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഞാൻ കേർവ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അല്ലേ, എങ്ങനെ വരിക? ആദ്യം ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ ആണെങ്കിൽ അടുത്തത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, വിച്ച് ഇസ് -2π. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവുന്നു, ആൻസർ വിൽ ബി 0. അപ്പോൾ ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ബിക്കോസ് ദ പോയിന്റ് വേർ വി സ്റ്റാർട്ടഡ് അവിടെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട കോൺസെപ്റ്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഏകദേശം ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. നൗ വി ആർ ഗോയിങ് ഫോർ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഒമേഗ, അല്ലേ, നമ്മളതിനെ സിംബലൈസ് ചെയ്യുന്നത് ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സിംപ്ലി എന്താ പറയുക? ഇറ്റ്സ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന മാറ്റമാണ്, അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നൗ ദിസ് ആംഗുലർ വെലോസിറ്റി നമുക്ക് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ UCM കൺസിഡർ ചെയ്യുന്നു. എന്താ UCM? യൂണിഫോം സർക്കുലർ മോഷൻ. പിന്നെയുള്ളത് നോൺ UCM ആണ്, നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. നമുക്ക് ഈ 2 രീതിയിലും ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം. ആക്ച്വലി ഫിക്സ്ഡ് ഒമേഗയാണ് അവിടെ ഉണ്ടാവുക, അല്ലേ? കാരണം എന്താ? ദ പാർട്ടിക്കിൾ ഇസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. എല്ലാ സമയത്തും എല്ലാ ഈക്വൽ ടൈമിലും അത് ഈക്വൽ ആംഗിൾസ് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് θ/t എന്ന് എഴുതാം, അല്ലേ? ഈ തീറ്റ എന്ന് പറയുന്നത്
ഞാൻ അസ്യൂം ചെയ്യുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ടാണ്, ബിക്കോസ് പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. അങ്ങനെ ആകുമ്പോൾ തീറ്റയ്ക്ക് പകരം ഞാൻ 2π n എന്ന് ചേർത്താൽ ദിസ് വിൽ ബി 2π n/t. ഇതിൽ n/t എന്ത് വരുന്നു? n/t എന്ന് പറയുന്ന ടേം നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ ടൈം ടേക്കൺ ഇസ് കോൾഡ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ 2π × ന്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2π/t എന്ന് എഴുതാം. ദിസ് ഇസ് ആക്ച്വലി ദി എക്സ്പ്രഷൻ ഫോർ ഒമേഗ, ആംഗുലർ വെലോസിറ്റി. ഓഫ് കോഴ്സ് ദി SI യൂണിറ്റ് വിൽ ബി വാട്ട്? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. എന്നാൽ നോൺ യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വരുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഒമേഗ ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഒമേഗയുടെ വാല്യൂ മാറും. അങ്ങനെ ഒമേഗയുടെ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആവശ്യമാണ്. ഒന്ന്, ഒരു ടൈം ഇൻ്റർവെല്ലിൽ എത്രത്തോളം ഒമേഗ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി ദി ആവറേജ് വാല്യൂ എന്ന് പറയാം, അല്ലേ? ആവറേജ് ആംഗുലർ വെലോസിറ്റി. നമുക്കതിനെ സിംപ്ലി ഒമേഗ ആവറേജ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഇനീഷ്യൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. സിംപ്ലി വി ക്യാൻ റൈറ്റ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, അല്ലേ? ആവറേജ് ആംഗുലർ വെലോസിറ്റിയാണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ റീസണൊക്കെ നമുക്ക് ഇനിയുള്ള മറ്റ് വീഡിയോസിലൊക്കെ പറയാം. നൗ ദർ ഇസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഒരു ഇൻസ്റ്റൻറ്റിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് മാറിയിട്ടുണ്ട്? ഇൻസ്റ്റൻറ്റേനിയസ്. സോ നമ്മൾ ഇതിനെ ലിമിറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദിസ് d(θ/dt), അല്ല, ഡെറിവേറ്റീവ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആംഗിളിനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ദെൻ യു ക്യാൻ പുട്ട് ദ കറസ്പോണ്ടിങ് ടൈം ഇൻ ദർ. ഈ വാല്യൂ കിട്ടും. ഇനി നമുക്ക് ആംഗുലർ ആക്സലറേഷനിലേക്ക് വരാം, അല്ലേ? ആംഗുലർ ആക്സലറേഷൻ എന്തായിരുന്നു? സിമ്പിളായിട്ട് പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയിൽ വരുന്ന മാറ്റത്തെ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നോക്കൂ, ഇവിടെ ഞാൻ ആംഗുലർ ആക്സലറേഷനെ മനസ്സിലാക്കാനായിട്ട് ഞാനിത് മോഷനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് UCM ആണ്, യൂണിഫോം സർക്കുലർ മോഷൻ. മറ്റേത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകത നമുക്കറിയാം, കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. ഇവിടെ ഒമേഗ മാറുന്നില്ല, അല്ലേ? ഒമേഗ മാറുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ, ആൽഫ വിൽ ബി 0 ദർ. അവിടെ ആൽഫ ഇല്ല, ആംഗുലർ ആക്സലറേഷൻ ഇല്ലാത്ത മോഷനാണ് ബേസിക്കലി UCM. എന്നാൽ നോൺ യൂണിഫോം സർക്കുലർ മോഷനിലേക്ക് വരുമ്പോഴോ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആൽഫ എന്ന് പറയുന്ന ടേം ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് നോൺ യൂണിഫോം സർക്കുലർ മോഷനെ ഒബ്സർവ് ചെയ്യാം. ഒന്ന്, യൂണിഫോംലി ആക്സലറേറ്റഡ് സർക്കുലർ മോഷനാണ്. യൂണിഫോംലി ആക്സലറേറ്റഡ് CM. ഒബിയസ്ലി മറ്റേത് എന്തായിരിക്കും? നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ് CM. നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ്. ഇനി നോക്കൂ, യൂണിഫോംലി ആക്സലറേറ്റഡ് CM എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് തിങ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ ഒമേഗ മാറുന്നുണ്ട്, പക്ഷെ ഒമേഗ മാറുന്നത് ഈക്വൽ ആയിട്ടാണ്. ഓർക്കുക, ഒമേഗ ഇൻക്രീസസ്, ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്, ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഈക്വലി എന്ന് പറയാം, ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് ഒമേഗ മാറുന്നത് കൊണ്ട് നിങ്ങൾ ഓർക്കുക, ആൽഫ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൽഫ ഈസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ UCM നമ്മൾ പഠിച്ചു ആൽഫ ഈക്വൽ ടു 0. ഇവിടെ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ആൽഫ ഈസ് എ നോൺ സീറോ ക്വാണ്ടിറ്റി. ആ നോൺ സീറോ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആവുന്നത് എപ്പോഴാണ്? ഒമേഗ ചേഞ്ചസ് ഈക്വലി, ഒമേഗ ഈക്വൽ ആയിട്ട് മാറുമ്പോഴാണ്. ഇനി മനസ്സിലാക്കോ, ഇവിടെ എന്താ എഴുതാൻ പറ്റുക? ഒമേഗ ഇൻക്രീസസ് അല്ലെങ്കിൽ ഡിക്രീസസ്, അൺഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അൺഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ. ഇവിടെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആൽഫ ഇസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആൽഫ മാറിക്കൊണ്ടിരിക്കും, വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ആൽഫ ക്യാൻ ബി സിംപ്ലി ഫൈനൽ ആംഗുലർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. എന്നാൽ ഇവിടെ വരുമ്പോൾ വീണ്ടും കഥ മാറും. ഇവിടെ നമുക്ക്
ആവറേജ് എടുക്കേണ്ടി വരും. ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് പറയുന്നതെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദി ആവറേജ് ആൽഫ. ആവറേജ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഫൈനൽ മൈനസ് ഒമേഗ ഇനീഷ്യൽ ബൈ ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ, അല്ലേ? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഇത് എടുക്കേണ്ടി വരും. അതുപോലെ ഓരോ ഇൻസ്റ്റൻറ്റിലും എത്രത്തോളം മാറുന്നു എന്ന് ചോദിച്ചാലോ? ദർ യു നീഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഈ കാണുന്ന ആവറേജിനെ ലിമിറ്റ് ചെയ്യുക. സോ യു ആർ ഗെറ്റിംഗ് ദിസ് ഡി ഒമേഗ ബൈ ഡി ടി. ഒരു കാര്യം മറക്കരുത്, എസ് ഐ യൂണിറ്റ് എന്തായിരുന്നു? എസ് ഐ യൂണിറ്റ് ഓഫ് ആൽഫ ഇസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇവരുടെ ഡയറക്ഷൻസ് തിരിച്ചറിയേണ്ടത്. ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ വളരെ ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സേ വൺ പാർട്ടിക്കിൾ ഇസ് റിവോൾവിങ്. പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നത് ബേസിക്കലി ലെറ്റ്സ് സേ ഈ പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണ്, ഇഫ് യു ആർ ഒബ്സർവിങ് ഫ്രം ദിസ് പോയിന്റ്, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾ കറങ്ങുന്ന ഡയറക്ഷനിൽ നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ തമ്പ് കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഒമേഗ വെക്ടർ ഉണ്ടാവുക. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ. കണ്ടോ, ഒമേഗ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ വെക്ടറാണ്. ഞാൻ പറഞ്ഞു ഈ ഡയറക്ഷനിലാണ് ഒമേഗ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവുക. സോ സിംപ്ലി നിങ്ങൾ ഓർക്കുക, റൈറ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് കേൾ റൂൾ എന്നൊക്കെ നമ്മൾ പറയും. കോൺസെപ്റ്റ് എന്തായിരുന്നു? നിങ്ങൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യുക. റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യുമ്പോൾ ലെറ്റ് സപ്പോസ് ഫിംഗർ കേൾ ചെയ്ത് ഈ ഡയറക്ഷൻ, ദിസ് ഈസ് ദ സെൻസ് ഓഫ് റൊട്ടേഷൻ. സെൻസ് ഓഫ് റൊട്ടേഷൻ അങ്ങനെയാണെങ്കിൽ ആ തമ്പ് കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഒമേഗ ഉണ്ടാവുക. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ. ഇനി ആംഗുലർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച്, ഒമേഗ കൂടുന്ന അതേ അവസ്ഥയിൽ ഇഫ് ഒമേഗ ഈസ് ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ആ ഒമേഗ കൂടുന്ന ഡയറക്ഷനിൽ തന്നെയായിരിക്കും, അതായത് ആ ഒമേഗയുടെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആൽഫ ഉണ്ടാവുക. സോ ഓർക്കുക, ഇഫ് ഒമേഗ ഇൻക്രീസസ് then alpha is along omega. ഒമേഗ കൂടുന്ന ഒരു സിസ്റ്റമാണ്. ഒമേഗ ഇങ്ങനെ കറങ്ങുന്ന ആ ആംഗുലാർ സ്പീഡ് കൂടിയാൽ ആ ഡയറക്ഷനിൽ തന്നെ, ഒമേഗയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആൽഫ ഉണ്ടാവുക. തിരിച്ചാലോചിച്ചേ, ഒമേഗ ഡിക്രീസസ്, ഒമേഗ കുറഞ്ഞാലോ? then alpha is opposite to omega. ആൽഫയുടെ വാല്യൂ ഒമേഗയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആലോചിക്കുക, ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുകയാണ്, നമ്മൾ ഓൺ ചെയ്ത് ഉടനെ തന്നെ ഫാൻ ഇങ്ങനെ കറങ്ങുന്ന ആലോചിച്ചേ. കറക്കത്തിൻ്റെ സ്പീഡ് കൂടുന്ന ഡയറക്ഷനിൽ, ആ കറങ്ങുന്ന ഡയറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ തമ്പ് കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും ആൽഫയും ഒമേഗയും. പെട്ടെന്ന് നമ്മൾ ഫാൻ ഓഫ് ചെയ്തു. ഫാൻ ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കറങ്ങുന്ന വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഒമേഗ, സപ്പോസ് ഫാൻ കറങ്ങുന്ന ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഒമേഗ അപ്വേർഡ് ആണെങ്കിൽ അവിടുത്തെ ആൽഫ ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡയറക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി, വളരെ ചെറിയൊരു ഐഡിയ മാത്രം. ലെറ്റ് സപ്പോസ് ഒരു പാർട്ടിക്കിൾ കറങ്ങുന്നു, ഇതുപോലെ ഈ ഒരു ഡയറക്ഷൻ ഓഫ് മോഷനാണ് പാർട്ടിക്കിൾ എടുക്കുന്നതെങ്കിൽ, ഞാനിതാ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ദിസ് ഇസ് ദ വെലോസിറ്റി വെക്ടർ. ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന, സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ വെക്ടറാണ് എൻ്റെ റേഡിയസ് വെക്ടർ. അപ്പോൾ കറങ്ങുന്ന ഡയറക്ഷൻ നമുക്കറിയാം. നിങ്ങളൊന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക. യു വിൽ സീ ദാറ്റ് ഇവിടെ ഒമേഗ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാവുക ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ഡയറക്ഷനൊക്കെ എടുക്കാൻ പഠിച്ചിട്ടുണ്ട്. ഒമേഗയിൽ കൈവച്ച് ആറിലേക്കൊന്ന് ക്രോസ് ചെയ്തേ, അല്ലേ? ഒമേഗ എന്ന് പറയുന്ന വെക്ടർ സപ്പോസ് അപ്വേർഡ് ആണെങ്കിൽ അവിടെ നിന്നും നമ്മൾ ആറിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ വെലോസിറ്റിക്ക് ഉണ്ടാവുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ദ വെലോസിറ്റി വെക്ടർ വിൽ ബി നത്തിങ് ബട്ട് ഒമേഗ ക്രോസ് ആർ. ഇതാണ് വെലോസിറ്റി വെക്ടർ. നമ്മളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സപ്പോസ് സർക്കുലർ മോഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒമേഗയും ആറും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. വിച്ച് മീൻസ് സിംപ്ലി നമുക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഈ പറയുന്ന സെൻട്രിപെറ്റൽ ആക്സലറേഷനെ
നമ്മൾ v²/r എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ബിക്കമിങ് r⍵². അല്ലേ, നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അതുമല്ല, ഇതിൽ ആറും ഒരു ഒമേഗയും കൂടി ചേർന്നിട്ട് v ആയി മാറിയാൽ ദിസ് വിൽ ബി ω × v. അപ്പോൾ ഈ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ അറിയണം ആക്സലറേഷൻ വെക്ടർ എങ്ങനെയായിരിക്കും സർക്കുലർ മോഷനിൽ. വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ω×r ആണ്. നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. d/dt ഓഫ് വെലോസിറ്റി വെക്ടർ ചെയ്യുക. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തോളൂ. ഓർക്കണം, ഇത് വെക്ടേഴ്സ് ആണ്, സോ പൊസിഷൻസ് സ്വിച്ച് ചെയ്യാൻ പാടില്ല. ω×dr/dt പ്ലസ്, അല്ലേ, പ്രൊഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ചെയ്തു. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് r എന്ന് വന്നു. അല്ലേ, നോക്കൂ, ഇതാരാണ്? ദിസ് ഇസ് ω×, ഇതെന്താണ്? v. അല്ലേ, ω×dr/dt എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി വെക്ടറാണ്. പൊസിഷൻ വെക്ടർ മാറുവാണല്ലോ. ഈ dω/dt എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലർ ആക്സലറേഷൻ ക്രോസ് r എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ കിട്ടിയ ടേം കണ്ടോ? ദിസ് ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. α×r എന്ന് പറയുന്ന ടേം ആരാണ്? ഇതാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ബേസിക്കലി സർക്കുലർ മോഷൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയേണ്ടത്. വളരെ നന്നായി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ആയി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.